ഡിഫൈൻ അടിച്ചിടുമായിരിക്കും ദുൽഖറിനെ ഞങ്ങൾക്ക്. സ്റ്റൈലിഷ് ഫിലിമാണ്. ബെറ്റിങ്ങിനെ കുറിച്ച് മറ്റല്ല, ഒരു പാൻ ഇന്ത്യൻ ഫിലിമാണ് സാധ്യതയുണ്ട്. ദുൽഖറിൻ്റെ നല്ലൊരു പാൻ ഇന്ത്യൻ സ്റ്റൈലിഷ് ഫിലിം മമ്മൂട്ടിന് വാങ്ങാൻ തെളിയിച്ചു. പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് ഡയറക്ടറാണ്. നല്ല പടാൻ സാധ്യതയുണ്ട്. ബോളിവുഡ് പടങ്ങൾ കാണുകയുണ്ട്, എൻ്റർടൈനറാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു നല്ല മെസ്സേജ് ഉണ്ട്, നെവർ ഗീവ് അപ്പ് എന്ന മെസ്സേജ് പറയുന്നുണ്ട്. എന്തായാലും പടം കിട്ടുന്നതായി. മലയാളത്തിൽ ഇതുപോലത്തെ ഗാംബ്ലിംഗും പരിപാടിയുള്ള സിനിമ വന്നിട്ടില്ല. അത് വന്നിട്ടുണ്ട്. ഹോളിവുഡ് സ്റ്റൈലിൽ മൂവിയാണ്. അത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ടാവും. ലാഗാണെന്ന് തോന്നുന്നില്ല. ദുൽഖറിന്റെ എല്ലാം ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ടോപ്പിക് ആണല്ലോ, കേരളം മാത്രമല്ല. പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അതുകൊണ്ട് ഹോൾ ഇന്ത്യ റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു. പാൻ ഇന്ത്യനും പാൻ വേൾഡൊക്കെയാണ്. നല്ലൊരു എന്റർടൈനറാണ്. ഓണത്തിന് നല്ല എന്റർടൈനറാണ്. വിനയ് ഫോർട്ട് ഒരു വെറൈറ്റി. വിനയ് ഫോർട്ട് അനജിലുണ്ട്. വിനയ് ഫോർട്ട് ഇതിൽ മാത്രമല്ല, ബദ്ലയിലും ഉണ്ട്, മറ്റേലും ഉണ്ട്. വിനയ് ഫോർട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓണത്തിന് എല്ലാ പടവും നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആണെങ്കിൽ അതിൽ ലാലേട്ടനുണ്ട്. ആണെങ്കിൽ നല്ല ഫാമിലി പടം സാധ്യതയുണ്ട്. ഓണത്തിന് എല്ലാ പടം ഇറ്റാൻ സാധ്യതയുണ്ട്. ഈ പൃഥ്വിരാജും ഖലീഫയിലും മോഹൻലാലും ഉണ്ടല്ലോ. അപ്പോൾ ദുൽഖർ ഫസ്റ്റ് മുഴുവൻ മോഡലാണ്. ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ലാതെ കാണിച്ച ഒരു ഇൻട്രോ ഉണ്ട്, മാസ് ഇൻട്രോ ആയിരിക്കും, തിയേറ്റർ പോലും. അതിനൊക്കെ ഖലീഫനെ അടിച്ചിടുമായിരിക്കും ദുൽഖറിനെ ഞങ്ങൾക്ക്. പറയാൻ പറ്റില്ല, എല്ലാം ഹിറ്റാവട്ടെ. ബദ്ലയിലോട്ട് അതും ഹിറ്റാവട്ടെ, എല്ലാ പടവും ഹിറ്റാവട്ടെ. വരുന്ന നല്ലതാണ്.